ത്രിമൂർത്തികൾ മാതിരിയല്ലേ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. ഈ മഹാഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് പഞ്ചവടിയുടെ മഹാത്മ്യം. ഇരിക്കണം. ഏയ്, അത് പാടില്ലെന്നേ. ആ കസരോട് കഴിയുന്നുള്ളൂ. ഇനി കാര്യങ്ങൾ നടക്കട്ടെ. പേര് കല്യാണി. കല്യാണിയോ? കല്യാണി പിടിച്ചില്ലെങ്കിൽ ഭൈരവി, നീലാംബരി, കാമ്പോതി എന്ത് വേണമെങ്കിലും ആകാം. മാഷ രാഗത്തിന്റെ പേരാണെന്നാ നിരീക്ഷത്. അതല്ല മാഷയുടെ സാക്ഷാൽ പേരെന്താണ് ചോദ്യം. KT അപ്പുണ്ണി മാഷ് കല്ലുവെട്ടാങ്കുഴി ഇവിടെ ചമ്പക്കുള AOPO കേരള സ്റ്റേറ്റ്. നിങ്ങൾ എവിടാ പഠിച്ചത്? കലാമണ്ഡലത്തിൽ. വേറെ എവിടെയെങ്കിലും ജോലി നോക്കിയിട്ടുണ്ടോ? കേരളത്തിലെ ഒരു മികച്ച നാടക കമ്പനിയുടെ കൂട്ടമരണം എന്ന വിപ്ലവ നാടകത്തിന്റെ പക്കപ്പാട്ടായി ഞാൻ കുറച്ചു കാലം നടന്നു. പക്ഷേ നാടക കമ്പനിയുടെ ഉദ്ഘാടനവും അതിന്റെ മരണവും അന്ന് തന്നെ നടന്നു. നിങ്ങളുടെ സംഗീതത്തെ കുറിച്ച് പ്രശംസാപത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കയ്യിൽ വെള്ളം വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി അലയുന്നു. പാടാവുന്നതായിരിക്കും. അതെ, പാടായിക്കോളോ. വേണ്ട വേണ്ട വേണ്ട. ഞങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങൾ ആവശ്യമില്ല. അയ്യോ സാറേ, ചതിക്കില്ല. ക്ഷമിക്കണം. അയ്യോ, ഞാൻ ആറ്റുനോട്ടുണ്ടാക്കിയ ചാൻസ് ആണിത്. എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാകും. മഹേശ്വരമ്മേ, ഇയാളെ കണ്ടിട്ട് സാധുവാന്ന് തോന്നുന്നു. ഒരു അസാരം സംഗീതം ആസ്വദിച്ചൂടെ? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. പുറമോട് കണ്ടിട്ട് മാത്രം നമ്മൾ തീരുമാനം എടുക്കരുത്. ഒരിക്കലും എടുക്കരുത്. കണ്ടില്ല ഇയാളെ വേഷം. എന്റെ വേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാം ഞാൻ ഇവിടെ കഴിച്ചു. മഹേശ്വരമ്മ മുമ്പ് വെച്ച വസ്ത്രങ്ങൾ കഴിച്ചില്ലേ? പാടില്ല. എങ്കിൽ എന്റെ ഒരു പാട്ട്, ഒരു രാഗം, അല്ലെങ്കിൽ വേണ്ട ഒരു പല്ലവി, അത് കേട്ടിട്ട് എന്നെ വേണോ വേണ്ടോ തീരുമാനിച്ചാൽ മതി. സെക്രട്ടറി മഹേശ്വരമ്മയുടെ പരമാധികാരത്തെ ഒരു കാരണവശാലും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. വാച്ച്മാൻ, ഇയാളെ പിടിച്ച് പുറത്തോണ്ടോ. സംഗീതത്തിന്റെ കഴുത്ത് ഞെരിക്കരുത്. ഞാൻ വണ്ടിക്കുള്ളിൽ കടം വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. പിതാവേ, ഇവർ ചെയ്യുന്ന തെറ്റെന്താണെന്ന് ഇവർ അറിയുന്നു. ഇവരോട് ക്ഷമിക്കരുത്. ആള് കണ്ടിട്ട് ഒരു പഞ്ചപാവാണെന്ന് തോന്നുന്നു. മണ്ടൂസവനും ചിലപ്പോ കയ്യിൽ ചരക്കുണ്ടോ? ഈ മരം കൊണ്ടനെ പഞ്ചവടിയിൽ പാട്ടുവാദ്യരായിട്ട് ചേർത്താല് പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് എന്താ തിരുമേനി? ദേവലോകത്തുനിന്ന് ഒരു ഗാനഗന്ധർവൻ ചമ്പക്കുളത്ത് നിന്ന് അവതാരം എടുത്തതാണ് നമ്മുടെ അപ്പുണ്ണിഭാഷ. നമസ്കാരം. ഇരുന്നാട്ടെ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ അച്ചടക്കം നിങ്ങളിൽ എന്നെന്നും ഉണ്ടായിരിക്കണം. സാർ, ആ ഈശ്വരൻ ഒരിക്കലെന്ന പാട്ട് ദയവായി ഒന്നുകൂടി പാടുമോ? വേണ്ട സാർ, വേറെ ഒരു പാട്ട് പാടാം സാർ. അത് തന്നെ മതി സാർ. ആര് പറഞ്ഞത് മതി? വേറൊന്ന് പാട് സാർ. ഇതാണ് ഞാൻ പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് ആദ്യം വേണ്ടത് അച്ചടക്കമാണ്. ക്ഷമിക്കണം സാർ, നിങ്ങളും ബഹളം കൂട്ടുകയില്ല. വളരെ നന്ദി. ഏറ്റവും ഇൻപമായ രാഗം ഏതാണ് സാർ? അനുരാഗം. നിങ്ങളുടെ പേരെന്താണ്? മോഹൻ. നല്ല പേര്. നിങ്ങളുടെ പേരിലും ഒരു രാഗമുണ്ട്, മോഹനം. അതാണ് പലപ്പോഴും അനുരാഗ ഗാനങ്ങൾക്ക് ഉപയോഗിക്കാറുള്ള രാഗം. അതുകൊണ്ടാണ് ഇയാൾ അനുരാഗം എന്നും പറഞ്ഞ് എപ്പോഴും പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാ രാഗങ്ങൾക്കും അതിൻ്റെതായ ഒരു അന്തസത്തയുണ്ട്. മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ ശക്തിയുള്ളത് കല്യാണി, ഭൈരവി തുടങ്ങിയ രാഗങ്ങൾക്കാണ്. ലങ്കേശനായ രാവണൻ കൈലാസപതിയായ ശ്രീ പരമശിവനെ പ്രസാദിപ്പിച്ചതും ഒരു രാഗം കൊണ്ടാണ്. അതാണ് കാമ്പോതി. എന്നാൽ സാറാ രാഗമൊന്നു പാടുമോ? പാടാം. പ്രധാന അറിയിപ്പ്. നമ്മുടെ രാജ്യരക്ഷയെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട റെക്കോർഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു മാപ്പ് ആസാം ഓഫീസിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ മാപ്പുമായി ശത്രുരാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഗോവിന്ദ സിംഗ് എന്നൊരാളെ കാശ്മീർ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തെങ്കിലും
അയാൾ പോലീസിനെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വെളിനാട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് കള്ളനോട്ടുമായി വന്ന മുഖർജി എന്നൊരാൾ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇയാളുടെ യാത്ര ലങ്ക എന്ന അജ്ഞാത സ്ഥലത്തേക്കാണെന്നറിയുന്നു. ഇവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അടിയന്തര നിർദ്ദേശം നൽകുക. വിഭീഷണ, ലങ്കയിലേക്ക് തന്നെയാണ് മുഖർജിയുടെ വരവ്. ഗോവിന്ദ സിംഗ് ഇപ്പോൾ കൽക്കട്ടയിലുണ്ട്. മറ്റൊരു വേഷത്തിൽ ഇവിടെ എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖർജിക്ക് ഉടനെ വേണ്ട സംരക്ഷണം നൽകണം. ഇത് പഞ്ചവടിയിലേക്കുള്ള പ്രതിമയാണ്. ഇന്ന് ഷിപ്പിൽ വന്നതാണ്. വിദേശത്ത് നിന്ന് ഒരു സായിപ്പ് സംഭാവന ചെയ്തതാണ്. അതൊക്കെ ശരി, പാസ് എവിടെയെന്ന്? ഡയറക്ടർ തിരുമേനി പുറകെ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ശരി, പറ്റുള്ളൂ. ഒരു പ്രതിമ വാനിൽ വഴി കൊണ്ടുപോയോ? പഞ്ചവടിയിലേക്കുള്ളതാണെന്ന് പറഞ്ഞു. യൂസ്ലെസ് ഫിലോ. ഈ വീടും ഈ വാൻ ഞങ്ങൾ കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. എന്തിന്? ഇതിൽ ചില രഹസ്യങ്ങളുണ്ട്. രഹസ്യമോ? അതൊന്നും ഞങ്ങൾക്കറിഞ്ഞൂടാ. ഈ വാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് പോകാം. വരൂ, നമുക്ക് പോയി സെക്രട്ടറിയോട് റിപ്പോർട്ട് ചെയ്യാം. പഞ്ചവടിയിലെ ജോലിയില്ല എങ്ങനെയുണ്ട് സാറേ? വലിയ തെറ്റുകേടില്ല കുഞ്ഞെ. സാറിന് ഇതൊരു നല്ല ചാൻസ് ആണ്. അവിടെയുള്ള പ്രധാനികളെല്ലാം ഒന്ന് കൈമണിയടിച്ച് നിന്നാൽ മതി. അയ്യോ, എന്റെ കയ്യിൽ മണിയില്ല കുഞ്ഞെ, ശ്രുതിപ്പെട്ടിയേ ഉള്ളൂ. PC21 on the line. PC21 on the line. PC21 on the line. Speak on. Over. ഹലോ, LKO. ലങ്കയിൽ നിന്നും വിഭീഷണനാണ് സംസാരിക്കുന്നത്. പണവുമായി വന്ന മുഖർജി അപകടത്തിലാണ്. പോലീസ് ചെക്ക് പോസ്റ്റിനടുത്തുള്ള റോഡരികിലുണ്ട്. ഉടൻ പോയി രക്ഷിക്കണം. നമ്മുടെ കാർ റോഡരികിലുണ്ടായിരിക്കും. ഓക്കെ? Yes sir. Over. നിങ്ങളുടെ സാമർഥ്യത്തെ അഭിനന്ദിക്കുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. വഴിയിൽ വെച്ച് ഒരാളുമായി എതിരിടേണ്ടി വന്നു. സുനീതയുടെ സാമർഥ്യം കൊണ്ട് അതും ജയിച്ചുവല്ലേ? ആരോ ഒരാൾ മുഖർജിയുടെ ഫോട്ടോ എടുത്തു. സൂക്ഷിക്കണം. അത് വെച്ചുകൊണ്ട് മുഖർജി പോലീസിൽ അകപ്പെടാൻ ഇടവുണ്ട്. എനിക്ക് സംശയം
പോലീസ് പാർട്ടിപ്പെട്ടവരെയാണ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. മുഖർജി ഇവിടെ താമസിക്കട്ടെ, സുനീതയ്ക്ക് പോകാം. എന്താ മാഷെ ഏകാന്തരായിരുന്നു മൂടിക്കൊണ്ടിരിക്കുന്നത്? വലിയ ഉർവശിയും വരാൻ തപസ് ചെയ്യുകയായിരിക്കും. എന്നാൽ ഇന്ന് ഊർവശിയും ടെമ്പയൊന്നും വരികയില്ല. ദേവലോകത്ത് ബസ് തൊഴിലാളികൾ സ്ട്രൈക്കാണ്. ഞാനൊരു പാട്ട് എഴുതുകയാണ്. ആരാണ് ഹീറോയിൻ? പഞ്ചവടിയിലെ സീത. അതെന്താ സാറേ, ഞങ്ങളിവിടെ 8-10 ടിപ് ടോപ്പ് പരുവത്തിലുള്ള പെണ്ണുങ്ങൾ ഈ പഞ്ചവടിയിലില്ലേ? ഇവരെയൊക്കെ വിട്ടിട്ട് ആരെന്തിനാ പണ്ടത്തെ സീതയെ തേടി പോകുന്നത്? എനിക്കെന്റെ സീത ഇഷ്ടമാണ്, ഇല്ലേ രജനി? ഓഹോ, ഇവളാണോ സാറിന്റെ ഏജന്റ്? എന്റെ സ്വപ്നലോകത്തിലെ കളിത്തോഴി. സ്വപ്നത്തിലാണേ. പോട്ടെ, കളി കാര്യമായാൽ ഞങ്ങൾ ഈ പൂച്ച സന്യാസിയുടെ സമാധി ഇവിടെ തന്നെ ഉണ്ടാക്കും. നിനക്ക് എപ്പോഴും ഈ ദുഷ്ടവിചാരമേ ഉള്ളല്ലോടി. സാറേ, ഓ, ആ പാട്ടൊന്ന് പാടാമോ? തീർന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ വേണേ പോയേക്കാം. ശ്രീരാമനും സീതയും കൂടെ തനിയേന്ന് പാടി രസിച്ചോളണം. പടി. അയ്യോ, നിങ്ങൾ പോകരുത്. നിങ്ങൾ പോയാൽ വല്ല രാവണന്മാരും വന്ന് സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയി ഞാൻ പറഞ്ഞേക്കാം. പോണവര് പോട്ടെ. സാറേ, ആ പാട്ടൊന്ന് പാടൂ. അതിനു മുമ്പ് സീതയെ ഞാനൊന്ന് പഠിക്കണ്ടേ? ഞാൻ സീതയുമല്ല സാവിത്രിയുമല്ല. ഇഷ്ടമുണ്ടെങ്കിൽ പാടിയാൽ മതി. എന്താ? ഒന്ന് കാണാൻ വന്നതാണ്. കണ്ടില്ലേ? ഒരു കാര്യം പറയാനുണ്ട്. ഇരിക്കൂ. കസേരയിലിരിക്കൂ. ഇങ്ങനെ അധികം വിനയം കാണിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാർ. ഞാൻ വലിയ ആളുകളുമായി പരിചയപ്പെടുന്നതും പഴകുന്നതും ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, ദേഷ്യപ്പെടരുത്. മുഖവരി ഒന്നും വേണ്ട, കാര്യം പറയും. എനിക്ക് അഡ്വാൻസ് ആയി ഒരു 50 രൂപ കിട്ടണം, വീട്ടിലേക്ക് അയക്കാൻ. നിങ്ങൾ വളരെ മധുരമായിട്ട് പാടുമല്ലേ? ഓ, ഞാൻ ചില തുക്കട പാട്ടുകളൊക്കെ പാടും. നിങ്ങൾ എന്നെ തോപ്പിച്ചിരിക്കുന്നു. ആട്ടെ, ആരാണ് നിങ്ങളുടെ ഗുരു? ഹരിപ്പാട്ട് രാമൻകുട്ടി ഭാഗവത്. നമ്മുടെ അഡ്വാൻസിന്റെ കാര്യം. ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പാട്ടാണ്. ജീവിതത്തിൽ ഞാൻ ആദ്യമായി അഡ്വാൻസ് ചോദിക്കുന്നത് അവിടത്തോടാണ്. മാസ്റ്റർക്ക് ഇവിടെ താമസവും ജോലിയൊക്കെ സുഖമാണോ? പരമസുഖം. പഞ്ചവടിയല്ലേ. പക്ഷെ ഒരു കുഴപ്പം. എന്താ? ഇവിടുത്തെ ആശ്രമ കന്യകമാരെ പാട്ട് പഠിപ്പിക്കാൻ ഒരു അങ്കലാപ്പ്. മാസ്റ്റർ പെൺകുട്ടികളുമായി ഇടപെടുന്നത് ആദ്യമായിട്ടായിരിക്കും. എല്ലാം ആദ്യമായിട്ടാണ്. മാസ്റ്ററെ, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി നല്ല ടിപ് ടോപ്പായി നടക്കണം. അങ്ങനെയുള്ളവരാണ് എനിക്കിഷ്ടം. പണ്ട് രമണന്റെ പാട്ട് ചന്ദ്രികയുടെ കിളിവാതിൽ തോപ്പിച്ചു. അപ്രകാരം മാഷയുടെ പാട്ട് മഹേഷിയമ്മയുടെ കവാടങ്ങളിൽ ചെന്ന് ഇങ്ങനെ മുട്ടിട്ട് അങ്ങനെ ഭ്രമണം നടത്തുകയാണ്. ഞാൻ മാസ്റ്റർക്ക് ചില ഉപദേശമൊക്കെ കൊടുക്കുക. അസലായി. മാഷേ, ഒരു സ്ത്രീ മനസ്സ് തെളിഞ്ഞ് ഒരു പുരുഷനെ അങ്ങോട്ട് ഉപദേശിക്കുന്നതിരിക്കട്ടെ, എല്ലാം ഇത് കരുതിക്കോളൂ. അപ്പൊ മാഷ അറിഞ്ഞല്ലേ? എന്റെ അഡ്വാൻസ് ഞാൻ മറന്നുപോയി. ഇതാ. മഹേശ്വരമ്മേ, നവാബ് സുൽത്താൻ ബഹദൂർ നമ്മുടെ പഞ്ചവടി സന്ദർശിക്കുന്നുണ്ട്. ആരാണ് ഈ ഈ അപരാധം സുൽത്താൻ ബഹദൂറിന് അറിയില്ലേ? ലോക കോടീശ്വരന്മാരുടെ ഒരാള്, പഞ്ചവടി രക്ഷാധികാരിയാണ്. മൂപ്പര് ഇങ്ങോട്ട് വരുമ്പോൾ രാജോചിതമായ രീതിയിൽ നമുക്ക് ഒരു സ്വീകരണം അങ്ങോട്ട് കൊടുക്കണം.